ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെയാണ്. അപ്പോൾ പാർട്ടികളിലും സൽക്കാരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ പാലവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസ് പാക്കിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ മെൽറ്റാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചൈന ഗ്രാസൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം കൂടി പോവേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. പാല് തിളക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരേ ചൂടിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിലായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മധുരം നോക്കിയിട്ട് അവസാനം മധുരം കുറവാണെങ്കിൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ പാലൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത ഫ്ലേവറിലുള്ള ഈ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കളറും അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റും നോക്കിയിട്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ആകുമ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ബദാം എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പുഡിംഗ് ആകുമ്പോൾ മധുരം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് വരുമ്പോൾ മധുരം കൂടെ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം തന്നെ ചൈന ഗ്രാസും ഏകദേശം മെൽറ്റായിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അഥവാ ഇനി അലിയാത്തതുണ്ടെങ്കിൽ അതിൽ മിക്സ് ആവുകയില്ല. അപ്പോൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. പിന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റായിട്ട് പോവും. അപ്പോൾ ട്രേയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബബിൾസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഈ ഒരു ബബിൾസ് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു അളവിൽ 2 ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബബിൾസൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് ചൈന ഗ്രാസ് ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിലൊരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ സെർവ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചൈന ഗ്രാസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തത് കാരണം കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു നട്ട്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് അതും അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. എന്തെങ്കിലും ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ പാർട്ടികളിലും സൽക്കാരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.